ഹലോ! നമ്മള് ബീച്ച് വരെ വന്നിരിക്കുവാണ്. ഇത് നമ്മുടെ ആലപ്പുഴ ബീച്ചാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബീച്ച് ഇതാണ്. വീട്ടീന്ന് 2 കിലോമീറ്ററോളം പോകേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മള് വന്നിരിക്കുന്ന വണ്ടിയിലാണ്. അപ്പൊ ഇന്ന് തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഫുൾ പാർക്കിംഗ് ആയിരുന്നു. പിന്നെ ഒരു ചേട്ടൻ വണ്ടി എടുത്തിട്ട് പോയ ഗ്യാപ്പിൽ നമ്മുടെ വണ്ടി തള്ളിക്കയറ്റി വെച്ചു കേട്ടോ. അപ്പൊ 2 ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ദേ ലോക്ക് ചെയ്യുവാണ്. അപ്പൊ ജാനും മോള് ദേ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ. താഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും നിറച്ച് പൂക്കൾ കണ്ടു. അപ്പൊ അത് നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഹെൽമെറ്റ് ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചു. പതിയെ ബീച്ചിലേക്ക് നടന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴി നല്ല ബ്ലോക്ക് ആയിരുന്നു. പിന്നെ പതിയെ പതിയെ നിരങ്ങിയൊക്കെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് വീട്ടിൽ വലിയ പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ പറമ്പിൽ അത്യാവശ്യം നനക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതും പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർത്ത് ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരിക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും തിരക്കുണ്ട്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരും വരുമല്ലോ ബീച്ചിലേക്ക്. അങ്ങനെ ദേ നടക്കുവാണ്. ജാനുകുഞ്ഞി പിന്നെ നമ്മുടെ ഈ പറക്കം തളിക സിനിമയുടെ അകത്ത് ബസന്തിനെ പോലെയാണ് കേട്ടോ. നമ്മുടെ വെള്ളം കണ്ട അപ്പെടുത്ത് ചാടും. അതുകൊണ്ട് മുറുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം ഇറക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ എന്തോ ജാനിക്കുഞ്ഞി അങ്ങനെ അപൂർവമായിട്ടേ നമ്മൾ വരത്തുള്ളല്ലോ. എന്ന് വെച്ചാൽ വല്ലപ്പോഴും പോലും വരാറില്ല കേട്ടോ. വീടിനടുത്ത് ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അപ്പോൾ അങ്ങനെ വരത്തൊന്നുമില്ല കേട്ടോ. അപ്പോ ദേ വന്ന ഉടനെ തന്നെ ജാനുവിൻ ദേ വെള്ളത്തിൽ ഇറങ്ങി കണ്ട അവിടെ ഇരുന്ന്. ഇനിയിപ്പോ ഇരിക്കലും നിക്കലൊക്കെ ഇരുത് കേട്ടോ. ഭയങ്കര പാടായിരിക്കും ഇനി എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്. ജാനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇരിക്കുന്നത്. അപ്പം ദേ കണ്ട തിരമാല വരുമ്പോഴത്തേക്കും ജാനു വീണ്ടും ഇരിക്കും, എഴുന്നേക്കും, ഇരിക്കും. ഇത് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് എഴുന്നേൽപ്പിച്ചപ്പോഴത്തേക്കും വലിയ കുഴി പോലെ ഉണ്ടായിരുന്നു ജാനു ഇരുന്ന സ്ഥലത്ത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുന്നേ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. വേറൊന്നുമില്ല, നമ്മൾ വന്നാല് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് സൂര്യൻ്റെ അടുത്ത് നോക്കുമ്പോൾ സൂര്യനെ കാണാനില്ല കേട്ടോ. എന്തായാലും ഇന്ന് സൺസെറ്റ് കണ്ടേ അടങ്ങുള്ളൂ പറഞ്ഞുകൊണ്ടാണ് വന്നതും ഇരുന്നതും. പക്ഷെ എന്താ ചെയ്യാ, ഇരുന്നിരുന്ന് മടുത്ത് ലാസ്റ്റ് നിന്ന് മടുത്ത് ലാസ്റ്റ് സൂര്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എവിടുന്ന് സൂര്യൻ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുവോ, താഴുന്നില്ല കേട്ടോ. നമ്മൾ ഫോൺ ക്യാമറ മാറ്റാണ്ട് അങ്ങനെ തന്നെ പിടിച്ചോണ്ട് തന്നെ നിൽക്കുവോ. പക്ഷെ എന്ത് ചെയ്യാൻ, സൂര്യൻ താഴുന്നില്ല. സൂര്യൻ നമ്മളെ പറ്റിക്കുവാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് തോൽവി സമ്മതിച്ചു. വീട്ടിലേക്ക് മടങ്ങാന്ന് തീരുമാനിച്ചു കേട്ടോ. വേറൊന്നുമല്ല, നമ്മളിന്ന് ഇപ്പൊ മഴക്കാലല്ലേ, വൈകിട്ട് ഇപ്പൊ ഇടിവെട്ടും മിന്നലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൂടെ കുഞ്ഞും ഉള്ളത് കൊണ്ട് നമ്മൾ ഇരുന്നാ ശരിയാകത്തില്ലെന്ന് മനസ്സിലായി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പതിയെ നടന്നു കേട്ടോ. അങ്ങനെ അതേ നടന്നുകൊണ്ടിരിക്കുവാണ്. ദേ മേടി കാണുന്നത് കണ്ടോ, ഇത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പോൾ ടാറ്റാ ബൈ, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സി യു.